2025 മുതൽ യൂട്യൂബിൽ ഒരുപാട് പോളിസി അപ്ഡേറ്റുകൾ വന്നു. അതിൽ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നത് റീയൂസ്ഡ് കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. റീയൂസ്ഡ് കണ്ടന്റ് പോളിസി എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഈ ഒരു പ്രശ്നം ഒരു പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ചാനലിനെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് വലിയ പാടാണ്. മുമ്പൊക്കെ റീയൂസ്ഡ് കണ്ടന്റ് വന്നാലും നമ്മൾ അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്ത് മുമ്പോട്ട് പോകുമായിരുന്നു. പക്ഷെങ്കിൽ ഇനി ആ ഒരു പരിപാടി നമുക്ക് യൂട്യൂബിൽ സാധ്യമായിരിക്കത്തില്ല. അപ്പം എന്താണ് റീയൂസ്ഡ് കണ്ടന്റ്, എങ്ങനെയാണ് റീയൂസ്ഡ് കണ്ടന്റ് വരുന്നത്, എങ്ങനെ ഇത് ഒഴിവാക്കാനായിട്ട് സാധിക്കും, റീയൂസ്ഡ് കണ്ടന്റ് എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ വീഡിയോകളിൽ ഉപയോഗിക്കാൻ സാധിക്കും, ഈ കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. നിങ്ങളൊരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ, കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. റീയൂസ്ഡ് കണ്ടന്റ് പ്രശ്നം യൂട്യൂബിൽ മാത്രമല്ല ഫേസ്ബുക്കിലും സാധാരണ വരാറുണ്ട്. അപ്പം ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്യുന്നവരും ഈ ഒരു പോളിസീസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരുന്നുള്ളൂ. നിങ്ങളുടെ ചാനൽ ഓൾറെഡി മോണിറ്റൈസ്ഡ് ആണെങ്കിലും അവിടെയും റീയൂസ്ഡ് കണ്ടന്റ് ഇഷ്യൂ വന്നിട്ട് ഡിമോണിറ്റൈസ് ആകും. ഇനിയും പുതിയ ചാനലാണെങ്കിൽ അവിടെയും റീയൂസ്ഡ് കണ്ടന്റ് ഇഷ്യൂ വന്ന് മോണിറ്റൈസേഷൻ തരാതെയും ഇരിക്കുക. അപ്പം ഈ രണ്ട് കേസിലും മോണിറ്റൈസേഷൻ നഷ്ടപ്പെടും. അതായത് എങ്ങനെ കളിച്ചെന്ന് പറഞ്ഞാലും യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ പോവും, യൂട്യൂബിന്റെ പോളിസീസ് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. മോണിറ്റൈസേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ കഷ്ടപ്പെടൽ മാത്രം ബാക്കിയാവും, നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു ഏണിങ്സും കിട്ടാതെയും ആവും. 2025 ജൂലൈ 15 യൂട്യൂബിന്റെ റീയൂസ്ഡ് കണ്ടന്റുമായി ബന്ധപ്പെട്ട ഒരു പുതിയ പോളിസി വന്നത്. ആ പോളിസിയുമായി ബന്ധപ്പെട്ടാണ് യൂട്യൂബ് ഈ ഒരു കാര്യം കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതായത് ചാനലുകളിൽ ഡിമോണിറ്റൈസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇനി എന്താണ് റീയൂസ്ഡ് കണ്ടന്റ് എന്നുള്ള ഒരു സംശയം നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. റീയൂസ്ഡ് കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ മറ്റാരുടെയും യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമുകളിലോ അപ്ലോഡ് ചെയ്യപ്പെട്ട കണ്ടന്റ് കോപ്പി ചെയ്ത് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നേരെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു, അത് റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ട് വരും. അതല്ല എന്നുണ്ടെങ്കിൽ ലെസ് എഫോർട്ട് ആയിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ ഒരു എഫോർട്ടും ഇടാതെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി നമ്മൾ കാണുന്ന എന്തും കണ്ടന്റ് ആക്കി റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തില്ലേ, അതിനൊരു ലോജിക്കും ഇല്ല. അതിനൊരു മൈൻഡ്ലെസ് ആയിട്ടുള്ള കണ്ടന്റുകൾ, അങ്ങനെയുള്ള കണ്ടന്റും റീയൂസ്ഡ് ആയിട്ട് വരും. പിന്നെ ക്രിയേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ അതും റീയൂസ്ഡ് കണ്ടന്റിൽ വരും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോ എങ്ങനെ റീയൂസ്ഡ് കണ്ടന്റ് വരുമെന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഒന്നുകിൽ നിങ്ങൾ മറ്റു പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന വീഡിയോസ് റീയൂസ്ഡ് കണ്ടന്റ് ആകും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോകളിൽ ഒരു ഹ്യൂമൻ ടച്ച് ഇല്ലാതെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ട് മാറും. ചുരുക്കി പറഞ്ഞാൽ സ്വന്തം കണ്ടന്റ് ആയിരിക്കണം, എന്തെങ്കിലും എഫോർട്ട് ഇട്ടുകൊണ്ടായിരിക്കണം ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി കണ്ടന്റ് ആണെങ്കിൽ പോലും ഹ്യൂമൻ ടച്ച് കൊടുക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ആ വീഡിയോയിൽ ചെയ്യണം. ഒന്നുകിൽ വോയിസ് ഓവർ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആ വീഡിയോയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റണം. എന്നെങ്കിൽ മാത്രമേ കണ്ടന്റ് മോണിറ്റൈസ് ആവൂ. അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കണ്ടന്റുകൾ റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ട് മാറും. റീയൂസ്ഡ് കണ്ടന്റ് ഇഷ്യൂ വന്നു കഴിയുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് സ്പെസിഫൈ ആയിട്ട് പറയത്തില്ല ഇന്ന വീഡിയോയിലാണ് ഈ റീയൂസ്ഡ് കണ്ടന്റ് വന്നിട്ടുള്ളതെന്ന്. നമ്മളത് ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. അതൊരു വലിയ ടാസ്ക് ആണ്. നമുക്ക് ഇപ്പോൾ ചാനലിൽ ഒരു 100 വീഡിയോ ഉണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ 2-3 വീഡിയോയിലാണ് ഈ റീയൂസ്ഡ് കണ്ടന്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്കത് ചിലപ്പം ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ 100 വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. എന്നെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ പല പ്രശ്നങ്ങളാണ് ഇങ്ങനെ റീയൂസ്ഡ് കണ്ടന്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അതെന്തൊക്കെയാണെന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നിങ്ങളുടെ ഒരു പുതിയ ചാനലാണ്, നിങ്ങൾ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ചാനലിൽ ഒരു 100 വീഡിയോസ് ഉണ്ട്, അതിൽ ഒരു 10 വീഡിയോ റീയൂസ്ഡ് വീഡിയോ ആണ്. യൂട്യൂബിന് മോണിറ്റൈസേഷന് വേണ്ടി നിങ്ങൾ കൊടുത്തു, യൂട്യൂബ് അത് റിജക്ട് ചെയ്തു, റീയൂസ്ഡ് കണ്ടന്റ് വന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആ 10 വീഡിയോകൾ ഡിലീറ്റ് ചെയ്തിട്ട് 90 ഡേയ്സിന് ശേഷം വീണ്ടും മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ വേറൊരു പ്രശ്നം വരുന്നത്, നമ്മൾ ഈ 10 വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ 10 വീഡിയോയിൽ നിന്നാണ് നിങ്ങളുടെ 4000 അവേഴ്സിന്റെ വാച്ച് ടൈം നിങ്ങൾ ഗെയിൻ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ടുള്ള വീഡിയോകൾ ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഈ 4000 അവേഴ്സിന്റെ വാച്ച് ടൈം അങ്ങ് ഡൗൺ ആവും, കുറയും. എത്രയും ആ വീഡിയോയിൽ നിന്ന് കിട്ടിയിരുന്നു അത്രയും മോണിറ്റൈസേഷന്റെ വാച്ച് ടൈം കുറയും. പിന്നെ നിങ്ങൾക്ക് 90 ഡേയ്സിന് ശേഷം മോണിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. മനസ്സിലായോ? 4000 അവേഴ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുക? അപ്പം വീണ്ടും നമ്മൾ ആദ്യം തൊട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് 4000 അവേഴ്സിന്റെ വാച്ച് ടൈം നമ്മൾ വീണ്ടും ഗെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം റീയൂസ്ഡ് കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നത് ഒരു രീതിയിലും ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമല്ല. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ചാനലിൽ റീയൂസ്ഡ് കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യാതെ ഇരിക്കുക. അപ്പോൾ റീയൂസ്ഡ് കണ്ടന്റ് ടോട്ടലി യൂട്യൂബിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പലർക്കും റീയൂസ്ഡ് കണ്ടന്റ് ഇഷ്യൂ അവരുടെ ചാനലിൽ വരുന്നുണ്ട്. അതിന്റെ മെയിൻ കാരണം ഇതാണ്. എവിടെന്നെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന കണ്ടന്റുകൾ നേരെ എടുത്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ചാനൽ ചെയ്യില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എഫോർട്ട് മൊത്തം വേസ്റ്റ് ആയിപ്പോൾ, നിങ്ങൾ കഷ്ടപ്പെടുന്നത് വെറുതെ ആയിപ്പോൾ, ഒരു പ്രയോജനം നിങ്ങൾക്ക് അതിൽ ഉണ്ടാകത്തില്ല. ഇനി റീയൂസ്ഡ് കണ്ടന്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ അത് നമ്മുടെ വീഡിയോകളിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും? തീർച്ചയായിട്ടും റീയൂസ്ഡ് കണ്ടന്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ എൻ്റെ വീഡിയോകളിലൊക്കെ പലപ്പോഴും ചില വീഡിയോ ക്ലിപ്പിംഗ്സ് ഇങ്ങനെ കാണിച്ചു പോകുന്നത് നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ പറയുന്നതുമായി ബന്ധപ്പെട്ട ബി-റോൾ ക്ലിപ്പുകൾ കാണിക്കാറുണ്ട്. ഇത് ഞാൻ ഒരുപാട് വീഡിയോകളിൽ സെയിം ക്ലിപ്പുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ മറ്റു പലരും ഈ വീഡിയോ ക്ലിപ്പുകൾ അവരുടെ വീഡിയോകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് വീഡിയോ ക്ലിപ്പുകൾ ലഭിക്കുന്ന സൈറ്റുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള വീഡിയോകൾ ഇട്ട് കഴിഞ്ഞാൽ അത് റീയൂസ്ഡ് കണ്ടന്റ് ആകത്തില്ല എന്നൊരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കണ്ടന്റുകൾ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ പറയുന്ന കാര്യവുമായി ബന്ധപ്പെട്ട ഒരു
റെഫറൻസിന് വേണ്ടി നമുക്കൊരു 5-10 സെക്കൻഡ് ഒരു വീഡിയോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും റീയൂസ്ഡ് കണ്ടന്റ് ആയിരിക്കത്തില്ല. നമ്മളുടെ മെയിൻ വീഡിയോയിൽ, അതായത് ഇപ്പോൾ ഇതെൻ്റെ മെയിൻ വീഡിയോ ആണ്, ഇവിടെ ഞാൻ പറയുന്നതുമായി ബന്ധപ്പെട്ട ചെറിയൊരു പീസ് ഒരു വീഡിയോ റെഫറൻസിന് വേണ്ടി കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും റീയൂസ്ഡ് കണ്ടന്റില്ല. കാരണം ഇതാണ് എൻ്റെ മെയിൻ വീഡിയോ, ഇതിലാണ് എൻ്റെ ഫുൾ എഫോർട്ട് ഞാൻ കൊടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ റെഫറൻസിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ചെറിയ വീഡിയോ ക്ലിപ്പുകൾ കാണിക്കുന്നത്. ഇതൊരിക്കലും റീയൂസ്ഡ് കണ്ടന്റ് ആകത്തില്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങളുടെ എഫോർട്ടിനൊപ്പം റെഫറൻസിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കണ്ടന്റുകൾ ഒരിക്കലും റീയൂസ്ഡ് ആകത്തില്ല. അപ്പോൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങളുടെ എഫോർട്ട് ഉണ്ടായിരിക്കണം, അതിനൊപ്പം നിങ്ങൾക്ക് റീയൂസ്ഡ് കണ്ടന്റ് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക. മൈൻഡ്ലെസ് ആയിട്ടുള്ള കണ്ടന്റുകൾ, എഫോർട്ട്ലെസ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഒരു കാരണവശാലും അപ്ലോഡ് ചെയ്യരുത്. കാരണം യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണം അല്ലെങ്കിൽ എന്തെങ്കിലും ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ക്വാളിറ്റിയുള്ള കണ്ടന്റുകൾ തന്നെ അപ്ലോഡ് ചെയ്യുക. കാണുന്നവർക്കും അതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാകും. നമ്മുടെ ഒരു വീഡിയോ 10 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ കാണുന്നവർ എന്തെങ്കിലും ഒരു വാല്യൂ അതിൽ നിന്ന് കിട്ടണം. അതല്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഹൈ ക്വാളിറ്റിയിൽ നല്ല എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ലെവലിലുള്ള വീഡിയോ ആയിരിക്കണം. ഒന്നുകിൽ അത് കണ്ടിരിക്കാൻ ഒരു രസം ഉണ്ടാകണം, അല്ല എന്നുണ്ടെങ്കിൽ അത് കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യൂ അവർക്ക് കിട്ടണം. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോളുക നിങ്ങളുടെ വീഡിയോയിൽ. എന്നെങ്കിൽ മാത്രമേ മുമ്പോട്ടുള്ള സമയത്ത് യൂട്യൂബിൽ ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ കുറേ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്ത് കുറേ സബ്സ്ക്രൈബേഴ്സിനെയും അതേപോലെ കുറേ വ്യൂസും ഒക്കെ ഉണ്ടാക്കാം. പക്ഷേ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. പലരും അങ്ങനെയാണ് ചെയ്യുന്നത്. കുറേ കണ്ടന്റുകളൊക്കെ ഇട്ട് ചാനൽ അങ്ങ് ഗ്രോ ചെയ്യിപ്പിച്ച് കൊണ്ടുപോവാണ്. അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം പോയിട്ട് യൂട്യൂബ് അത് ടെർമിനേറ്റ് ചെയ്ത് കളയും ചാനൽ. മനസ്സിലായി? അതായത് ഒരു വാല്യൂം ഇല്ലാത്ത കണ്ടന്റുകൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു എഫോർട്ട് ഉണ്ട്. ഇപ്പോൾ വെച്ച് തന്നെ ആണെങ്കിൽ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എഫോർട്ട് ഉണ്ട്. മനസ്സിലായി? അത്രയും സമയം നമ്മുടെ നഷ്ടപ്പെടുകയാണ്. അപ്പം നമുക്ക് കുറേ ഫോളോവേഴ്സ് ചാനലിൽ വരും, പക്ഷേ അതുകൊണ്ട് ₹1 പോലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മുടെ വിലപ്പെട്ട സമയം നമ്മൾ ഈ യൂട്യൂബിൽ കളയുന്നത്? അപ്പം അതുകൊണ്ട് യൂട്യൂബിൻ്റെ പോളിസീസ് ഓരോന്നും മനസ്സിലാക്കി അതിനനുസരിച്ച് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ യൂട്യൂബ് ഫ്രണ്ട്സിനൊക്കെ വേണ്ടി മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതാണ്. ചാനൽ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.